വാഴക്കായും പച്ച പയറും കൂടി ഒന്ന് തോരൻ വെച്ചാലോ? ഇതാ ഞാൻ കായ അരിഞ്ഞ് 3 കായ അരിഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകി എടുത്ത് ചട്ടിയിലിട്ടിട്ടുണ്ട്. നമുക്ക് ഈ പയറും അതുപോലെ തന്നെ ചെറുതാക്കി ഇതാ ഇത്രയും വലുപ്പത്തിൽ കേട്ടോ, സാധാരണ പോലെ ഇത് ഇത്രയും വലുപ്പത്തിൽ ഒന്നരിഞ്ഞ് കണ്ടോ ഇതിലോട്ടിടാം. ഒന്നിച്ച് വേവിച്ചാൽ മതി. നമ്മുടെ കായും പയറും ഒന്നിച്ചത് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. താഴെ കായുണ്ട്, മേളിൽ പയറും ഉണ്ട്. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ, 1 ഗ്ലാസ് വെള്ളം. ആ കായൊന്ന് വേകാനും പയറൊന്ന് വേകാനും. ഒന്നിച്ചിട്ടാൽ ഒന്നും ആവത്തില്ല, ഒരു പ്രശ്നവുമില്ല. ഉപ്പിട്ടു. കാര്യം എന്ന് വെച്ചാൽ കാത ഇതുപോലെ ചെറുതാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത്. നല്ല വിളഞ്ഞ കായാണ്, ചെറുതാക്കി അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് വേഗം വെന്തും കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് മൂടി വെച്ച് കായും പയറും കൂടെ വേവിക്കാം. ഇത് വേകുന്ന സമയത്ത് തന്നെ അരമുറി തേങ്ങ, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 3 ചെറിയുള്ളി. ഇത് നമുക്കൊന്ന് ചായച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഒതുക്കിയൊന്നും എടുത്താൽ മതി, അരഞ്ഞു പോരുത്, വെറുതെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി നമ്മുടെ കായും പയറും ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, രണ്ടും വെന്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആയിരിക്കണം കേട്ടോ, ഉടഞ്ഞു പോവരുത്. ഇതുപോലെ നമുക്ക് പെറുക്കി തിന്നുന്ന പരുവത്തിലായിരിക്കണേ. വെള്ളമൊക്കെ നല്ല പോലെ വറ്റി. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. ഈ അരപ്പിലേക്കുള്ള കുറച്ച് ഉപ്പും കൂടെ കൊടുക്കാവേ. കായ്ക്കൊക്കെ ഉപ്പിട്ടത് കൊണ്ട് കുറച്ചിട്ടാൽ മതി. ഇനി വേണേൽ നമുക്ക് ഇളക്കി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ആവി വരുന്നവരെ ഒന്ന് മൂടാം. നമ്മുടെ അരപ്പൊക്കെ നല്ലപോലെ ആവി കയറിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയ പണിയും കൂടി ഉണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കടുക് താളിക്കുന്നില്ല കേട്ടോ. ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും പച്ച കറിവേപ്പിലയും ഇട്ട് മൂടി വയ്ക്കുക. 1 സ്പൂൺ എണ്ണ ഒഴിച്ചു, കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂടി വയ്ക്കുക. സ്റ്റൗ എല്ലാം ഒന്ന് ഓഫ് ചെയ്യുക. ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. സ്റ്റൗ ഓഫ്. ഇനി നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ തോരൻ റെഡി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്നും പറയാനില്ല, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ, എന്നിട്ട് കമൻ്റൊക്കെ ഇട്. എന്നാലല്ലേ നമുക്ക് വേറൊരു ഐറ്റമായിട്ട് വരാൻ പറ്റുള്ളൂ. ബായേ.